ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിങ്ങനെ എഴുന്നേറ്റ് ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാനുണ്ട്. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അവിടെ പോകണം. ഇന്ന് അവിടെയാണ് സ്റ്റേ. എന്നിട്ട് തിരിച്ചു വരണം. നല്ലൊരു സണ്ണി വെണ്ണി അയ്യോ വെയിലാണേ, ഇന്ന് വെയിലാണേ. അടുക്കള മൊത്തം കുളമായി കിടക്കുകയാണ്. ഈ പണ്ടാരെല്ലാം ഇനിയും കഴുകി വൃത്തിയാക്കി എന്തായാലും ചായ ഇട്ടേക്കാം. അങ്ങനെ ചായക്കൊക്കെ വെള്ളം വയ്ക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കിടന്നുറങ്ങും. കുറച്ചുകൂടെ കിടന്നുറങ്ങിയിട്ട് ആകെ പോട്ടെ ഇവിടെ ഒരു മോന്തെല്ലാം കണ്ട് ഡ്രൈ ആയിരിക്കും. അപ്പോൾ എൻ്റെ കിടുങ്ങമണികളെല്ലാം കൊണ്ടിട്ട് ഞാനിങ്ങനെ മോന്തയ്ക്ക് ഇങ്ങനെയൊക്കെ തേച്ച് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ ഒരു ഇങ്ങനെ നല്ലൊരു ഉള്ളു വരത്തില്ലേ, അങ്ങനെയൊക്കെ തന്നെ. അത് നോക്കി കണ്ടോ, വെളുത്തോ, എന്തൊക്കെയൊക്കെ ആയിട്ടുണ്ട്. വെളിയിൽ പോയി ചെയ്യുന്നതിനെക്കാട്ടും നല്ല കയ്യിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതിയേ. എന്നിട്ട് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കിടുങ്ങമണികളൊക്കെ ചെയ്ത്. ഈ സാധനം അറിയാമോ? ഇത് ചോക്ലേറ്റാണ്. അതിനകത്ത് എന്തോ ഇങ്ങനെ ഒരു അലിഞ്ഞു വന്ന എന്തോ ഒരു ഉണ്ടായുണ്ട്. നല്ല ടേസ്റ്റാണ് ആക്ച്വലി. ഇത് കുഴപ്പമില്ല. ഞാൻ വലിയ ചോക്ലേറ്റ് ലവറൊന്നുമല്ല. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. ഇവിടെ ആക്ച്വലി നല്ല ഭംഗിയാണ്. ഇവിടെ കണ്ടോ, ഇവർ ഓറഞ്ചൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്, പക്ഷേ കഴിക്കാൻ കൊള്ളത്തില്ല, മുടിഞ്ഞ പുളിയ. കണ്ടോ, പൂവ്, കായ, ഇവിടെ കുറേ ചെടിയും. ഞാൻ ഇവിടെ കിടന്നുറങ്ങിയത് ആക്ച്വലി ഇന്നലെ വന്നതാണ് കേട്ടോ, രാവിലെ ആയി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ന് മൊത്തം ഫോഗാണ്. ഇത് 20-ാം തീയതി നല്ലതാണ്, പക്ഷെ ഫോഗ് കാരണം ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ആരും എഴുന്നേറ്റില്ല. അപ്പം ഞാൻ ഒത്തു എല്ലാവർക്കും ഒരു കോഫി ഇട്ട് കൊടുത്തേക്കാം. എൻ്റെ കോഫി രാവിലെ വരെല്ലാം കുടിക്കട്ടില്ലേ. അങ്ങനെ കോഫിയൊക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. നോക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ. താഴെ നമുക്ക് ട്രെയിൻ പോകും, അത് കാണാം. ഞാൻ കാണിച്ചു തരാമേ. കണ്ടത് ആ പാലക്കുന്നതാണ് ട്രെയിൻ. ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പുഴയുണ്ട്. ഈ പുഴ ഇപ്പോൾ വെള്ളം കുറവാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കയറും. ഈ സാധനം കഴിച്ച് ഇങ്ങനെ കഴിച്ചെടുത്തിട്ട് ബാൽക്കണി കൂടെ താഴോട്ട് നോക്കി ഒന്ന് തുറന്ന് വെളിയിലിറങ്ങി ഇച്ചിരി കാറ്റ് കൊണ്ടിട്ട് അയ്യോ തണുക്കുന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും അകത്തോട്ട് ചാടിപ്പറിച്ച് കയറി. ഇനി ഉച്ചയായാൻ തോന്നും. ഉച്ചയാകുമ്പോഴത്തേന് വിശക്കും. ഇന്നലത്തെ ബീഫ് കറി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പയ്യെ അവിടെ നിന്ന് അങ്ങോട്ട് സ്കൂട്ടായി ഇറങ്ങി ട്രെയിൻ കയറി. ഇത് ഇവിടെ വന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി, ഒരു ചായ വാങ്ങിക്കാൻ. ഇവിടെ നിന്ന് ഒരു ചായ ഓർഡർ ചെയ്ത്, മൊക്ക ചായ. എന്നിട്ട് അതും കഴിച്ച് ഞാൻ വെളിയിലിറങ്ങി ഇങ്ങനെ വാങ്ങി നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. കുറച്ച് ആൾക്കാരെയൊക്കെ സ്കെച്ച് ചെയ്തിട്ട് ഇത് നോക്കിയപ്പോൾ ഇതൊരു വലിയ ബിൽഡിങ് കൊള്ളാമല്ലേ. അത് കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നടന്നു. അപ്പോൾ ഇതിന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നു. ഞങ്ങൾ നടന്ന് അവിടെ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടെ എന്തോ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പാർക്കിലോട്ട് പോകുന്ന വഴിക്കാണ് ഞാനൊരു ആക്ച്വലി ബിൽഡിംഗ് എല്ലാം നല്ലതല്ലേ. എന്തായാലും അതുകൊണ്ട് ഒരു പള്ളിയുണ്ട്. ഈ പള്ളിക്കകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കാഞ്ഞതാണ്. ഈ പള്ളി നല്ല ഭംഗിയുണ്ട് ആക്ച്വലി. ഒരു പ്രത്യേകത, അകത്തൊക്കെ കുറേ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിലെത്താറായി. ഈ പാർക്ക് ആക്ച്വലി പൊളിയാണ് കേട്ടോ. ഒരു പുഴയൊക്കെ ഉണ്ട്. ഒരു പട്ടി താറാവിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയാണ് ആക്ച്വലി. ഇത് വീഡിയോ കാണുന്നിട്ടല്ല, നേരിട്ട് കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടു ഈ തറയിൽ ഇങ്ങനെ പൂക്കൾ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴേ ഇതെല്ലാം പറിച്ചുകൊണ്ട് വീട്ടിൽ പോയതിനെ ആൾക്കാർ. ഇവിടെ ആരും അത് ചെയ്യത്തില്ല. ഈ പൂക്കളെല്ലാം ഇങ്ങനെ എന്താ മനോഹരം. പിന്നെ ഈ മരമൊക്കെ നോക്കിക്ക്, നമ്മുടെ ഈ ഹൊറർ മൂവിയിലൊക്കെ കാണുന്ന മരമില്ലേ, കണ്ടിട്ട് തന്നെ എന്തൊരു വിച്ചിലിമ്പിച്ചിലിപ്പില്ലേ. എന്തായാലും മുന്നോട്ട് നടന്നു. ആ പുഴയുടെ മെയിൻ പുഴയിലെത്തി. അതിൻ്റെ മാപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ താറാവും കോഴിയും പക്ഷിയും കാക്കയും പൂച്ചയൊക്കെ ഉണ്ടെന്ന്. ഇവിടെ നിന്നുള്ള വ്യൂവും അത്യാവശ്യം നല്ലതാണ്. കണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ അടുത്ത് വരെ എത്താറായി. അത്രയും അറ്റത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തും കുറേ താറാവും അതിൻ്റെയൊക്കെ കുളക്കോഴിയോ അതിൻ്റെയൊക്കെ സാധനങ്ങളുണ്ട്. ഇവർക്കൊന്നും ഒരു പേടിയില്ല. അവരൊക്കെ ഇങ്ങനെ അടുത്തിങ്ങനെ വരികയാണ്. എനിക്കായിരുന്നു ഇതിൽ പേടി. എന്നിട്ട് ഒരാൾ പുറത്ത് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്തോട്ട് ചെന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളെന്നെ ക്വാക്വാന്നൊക്കെ പറഞ്ഞ് വന്നു കൊത്താൻ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു ഗൈസ്. എന്നിട്ട് ഞാൻ പയ്യെ നടന്നു. ഇവിടെ എല്ലാം നല്ല ഫ്ലവേഴ്സ്, ഇങ്ങനെ ലില്ലിപ്പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇവിടെ ഇച്ചിരി വിൻ്ററൊക്കെ കഴിഞ്ഞ് വരുന്നതിൻ്റെ സ്പ്രിങ് സീസൺ എത്താറായെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കണ്ടോ, നന്നായിട്ട് ഇവർ വെട്ടി ഒതുക്കി കാടും പൊച്ചയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ഈ സൈഡിലാണ്. ഈ ഒരു കവാടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കാണാം. ഞങ്ങൾ പക്ഷേ അപ്പുറത്തൂടെ കയറിയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നെടുന്ന് കഴിക്കാൻ പോയി. കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ്. കാരണം അത്രയൊക്കെ ഉള്ളൂ, ഈവനിങ് ആവാറായി. എന്നിട്ട് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഒരു കോഫിയും കൂടെ കുടിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ കോഫി കുടിക്കാൻ ബർഗർ കിങ്ങിന് അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി. എൻ്റെ ട്രെയിൻ എപ്പോഴാണെന്ന് നോക്കി പയ്യെ അങ്ങോട്ട് നടന്ന് ഞാൻ ട്രെയിൻ കയറി വീട്ടിൽ പോന്നു.